DC മൂവി 1967 ഇറങ്ങിയ ബോണി ആൻഡ് ക്ലൈഡിന്റെ റീമേക്ക് ആണോ എന്നൊരു ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നലെ ഈ സിനിമയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കണ്ടത്. ഈ സിനിമയുടെ പോസ്റ്റർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരു വണ്ടിയും, ഗണ്ണ്, റെബലിയൻ, ക്രൈം, ഇതിന്റെ ഇടയിൽ നടക്കണ ഒരു റിലേഷൻഷിപ്പും റൊമാൻസും. ഇത് വെറുതെ ഒരു പോസ്റ്റർ അല്ല, രണ്ട് കുറ്റവാളികൾ ഒരുമിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന ലോകത്തിന്റെ കഥ തന്നെയാണ് പറയുന്നത്. ഇതിൽ ദേവദാസ് ഒരു സാധാരണക്കാരനോ അല്ലെങ്കിൽ ഒരു പാവം പിടിച്ച മനുഷ്യനോ ഒന്നുമല്ല. അയാൾക്ക് അയാളുടേതായ ഒരു നിയമമുണ്ട്, അയാളുടേതായ ലോകമുണ്ട്. ആ നിയമത്തിനനുസരിച്ചിട്ട് ആള് മുന്നോട്ട് പോവുള്ളൂ. അതിന്റെ ഇടയിലാണ് ചന്ദ്ര വരുന്നത്. ചന്ദ്രയ്ക്കും ട്രോമയും ഡേഞ്ചറും എല്ലാം ഉണ്ട്. നായകൻ നായികയെ പ്രണയിച്ചു എന്നുള്ള ഒരു സാധാ ഫോർമുലയൊന്നും അല്ല ഇവിടെ DC പറയുന്നത്. രണ്ട് ഡാമേജ്ഡ് പേഴ്സണിന് അവരവരുടേതായ ആവശ്യങ്ങളുണ്ട്, അതിന് വേണ്ടിയിട്ടാവുന്ന റിലേഷൻഷിപ്പ്. ബോണി ആൻഡ് ക്ലൈഡിലും അവരും ഒരു സാധാരണ കപ്പിൾസ് ആയിരുന്നില്ല. ക്രൈം എന്നത് അവരുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു, അവരുടെ ഒരു ഇന്റിമസി. DCയിലെ ദേവദാസിനും ചന്ദ്രയ്ക്കും ഇടയിലുള്ള ഒരു ഡൈനാമിക് അവിടെയും കാണാൻ പറ്റും. ഇവർ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്ന കപ്പിൾസ് അല്ല, ഒരുമിച്ച് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കപ്പിൾസ് ആണ്. അതുകൊണ്ടാണ് ഈ സിനിമയിൽ ഗൺസ്, വെഹിക്കിള് എല്ലാം ഒരു ഡെക്കറേഷൻ ആയിട്ടല്ല കാണിച്ചിരിക്കുന്നത്. അവര് അത്രയും ക്രൂരന്മാരാണ് എന്ന രീതിയിൽ തന്നെ കാണിച്ചത്. ആ ക്രൂരന്മാരാക്കിയത് ആരാണ്? സൊസൈറ്റിയാണ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ബോണി ആൻഡ് ക്ലൈഡിന്റെ എക്സാക്ട് സ്റ്റോറി അങ്ങനെ എടുത്തു വെച്ചിരിക്കുകയല്ല DC ചെയ്തിരിക്കുന്നത്. ആ സിനിമയ്ക്ക് ഒരു സിനിമാറ്റിക് ഐഡിയ ഉണ്ട്, അതാണ് ആഴൂർ മാധേശ്വരൻ ഇങ്ങോട്ടെടുത്ത് വെച്ചിരിക്കുന്നത്. അതായത് ക്രൈം ചെയ്യുന്ന രണ്ടാളുകൾ ഉണ്ടാവുന്ന ഒരു ഡേഞ്ചറസ് ഇന്റിമസി ഉണ്ട്. അതിൽ ഓവർ പൊസസീവ്നെസ് ആയിരിക്കും, അതായത് ഒരു ഡാർക്ക് റൊമാൻസ്. ഇതൊക്കെയാണ് അതിൽ ശരിക്കും കാണിക്കുന്നത്. ബോണി ആൻഡ് ക്ലൈഡ് മൂവിന്ന് ക്യാരക്ടർ ആർക്ക് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും ദേവദാസ് എന്ന മിത്തോളജിന്നും അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ട്. സിനിമ തുടങ്ങിയപ്പോൾ ആദ്യത്തെ കുറച്ചു നേരത്തേക്ക് ലോകേഷ് തന്നെയാണോ നായകൻ എന്നുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഒരു ഓവർ റിയാക്റ്റീവ് ഉണ്ടായിരുന്നില്ല, ഓവർ എക്സ്പ്രഷനും ഇല്ല. സൈലന്റ് ആയിട്ട് പോകുന്ന ഒരാള്. അന്ന് ആ ഒരു സൈലൻസ് വയലന്റ് ആവണ നിമിഷം ഉണ്ടല്ലോ, തിയേറ്റർ അങ്ങട് ഒരു കാട്ടുതീ പടർന്ന പോലെയായിരുന്നു. ദേവദാസ്, ചന്ദ്ര, പാർവതി, ഗാങ്സ്റ്റർ, ക്രൈം, വയലൻസ്, റിവഞ്ച്, ഗൺസ്, ഇതെല്ലാം ചേർത്തിട്ട് ഒരു പുതിയൊരു ദേവദാസ് ഉണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് 1967 ബോണി ആൻഡ് ക്ലൈഡ് ഇറങ്ങിയിട്ടും ഇപ്പൊ 2026 DC അതുപോലെ തന്നെ ഇറക്കുന്നത്. കാരണം രാജമൗലി പറഞ്ഞ പോലെ കഥകൾ മാറുന്നേയില്ല, കഥ പറയുന്ന രീതി മാത്രമേ മാറുന്നുള്ളൂ. ഇവിടെയും ആ കഥ പറയുന്ന രീതി മാത്രമേ മാറ്റിയിട്ടുള്ളൂ.